പ്രധാന വാർത്തകളിലേക്ക്. ബജറ്റിലെ സ്വകാര്യ സർവകലാശാല നിർദ്ദേശത്തിൽ വിവാദം. തീരുമാനവുമായി മുന്നോട്ടു പോകുമെന്ന് മന്ത്രി ആർ ബിന്ദു. ടി.പി. ശ്രീനിവാസനോടും കേരളത്തിലെ ജനങ്ങളോടും ധനമന്ത്രി മാപ്പ് പറയണമെന്ന് ചെന്നിത്തല. വിദേശ സർവകലാശാലയിൽ ആശങ്കയറിയിച്ച് SFI. പെൺമക്കളെ പീഡിപ്പിച്ച പിതാവിന് 123 വർഷം തടവ്. തടവിന് പുറമെ 8 ലക്ഷത്തിലധികം പിഴയും. വിധി മഞ്ചേരി അതിവേഗ കോടതിയുടെ. ലാവ്ലിൻ കേസ് 38ാം തവണയും മാറ്റിവെച്ച് സുപ്രീം കോടതി. കേസിൽ വാദത്തിന് CBIക്ക് താൽപ്പര്യമില്ലെന്ന് കക്ഷികൾ. കോടതി പറയുന്ന സമയത്ത് വാദത്തിന് തയ്യാറെന്ന് CBI. കേസ് മെയ് 1 വീണ്ടും മാറ്റി. ഗോവ ഗവർണറുടെ വാഹന വ്യൂഹത്തിലേക്ക് കാർ ഓടിച്ചു കയറ്റിയ സംഭവം. CPIM നേതാവിന്റെ മകനെതിരെ കേസെടുക്കണമെന്ന് BJP. പിഴ ചുമത്തി വിട്ടയക്കാൻ പോലീസിന് എന്തധികാരമെന്ന് K. സുരേന്ദ്രൻ. ഡോക്ടർ വന്ദന കൊലക്കേസിൽ CBI അന്വേഷണമില്ല. വന്ദനയുടെ അച്ഛൻ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയെന്ന് കണ്ടെത്താനായില്ല. പ്രതി സന്ദീപിന്റെ ജാമ്യാപേക്ഷയും കോടതി തള്ളി. കൊച്ചി കോർപ്പറേഷനിൽ ബജറ്റ് കോപ്പി കീറിയെറിഞ്ഞ് പ്രതിപക്ഷ പ്രതിഷേധം. കച്ചവട ബജറ്റെന്ന് UDF. ഡെപ്യൂട്ടി മേയറെ UDF കയ്യേറ്റം ചെയ്തെന്ന് കൊച്ചി മേയർ. രാഷ്ട്രീയത്തിലെ ക്രിമിനൽ വൽക്കരണത്തിന് ഉദാഹരണമെന്ന് അനിൽകുമാർ.